എല്ലാവർക്കും നമസ്കാരം. പുതിയ ലോകക്രമത്തിൽ ക്രിയാത്മകമായ ഒരു പേരൻറ്റിങ് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും സാഹസകരമായ കാര്യമാണ്. എന്നാൽ വളരെ ആരോഗ്യകരമായി അത് നിർവഹിക്കാൻ ഓരോരുത്തർക്ക് സാധിക്കും. ഒരേ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൂത്തവനും നടുവത്താളും ഇളയാളും അവർ വ്യക്തിപരമായി വ്യത്യസ്തരായിരിക്കും. കാരണം ഈ ലോകത്ത് ഒരേ മാതാപിതാക്കൾക്ക് ജനിക്കുക എന്നതിനപ്പുറത്ത് ഇവിടെ പിറക്കുന്ന ഓരോ മനുഷ്യരും ഒരാളിൽ നിന്ന് തികച്ചും ഭിന്നരായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ പേരൻറ്റിങ്ങിലെ ഏറ്റവും വലിയ അബദ്ധം ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി ഒരു വീട്ടിനുള്ളിൽ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയെ എല്ലാ കാലത്തും ബാധിക്കുന്ന ഒന്നാണ്. ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ് മറ്റൊരാളെന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ ഓരോ കുഞ്ഞിലും അന്തർലീനമായിരിക്കുന്ന കഴിവുകളെയും ബലഹീനതകളെയും തിരിച്ചറിഞ്ഞ് ആ ഓരോ കുട്ടിക്കും ആവശ്യമായ കെയറും കരുതലും ആണ് പലപ്പോഴും നൽകേണ്ടത്. ഈ ലോകത്ത് പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരാളെ അയാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഡോൺ ബോസ്കോ എഴുതുന്നു, "The first happiness of a child is to know that he or she is loved." മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും ആ കുട്ടികൾ എത്രത്തോളം പ്രധാനപ്പെട്ടവരാണെന്നും അവരിലേക്ക് സ്നേഹമെന്ന് പറയുന്ന ഭാവം ചൊരിയുവാനും സാധിക്കണം. പിക്കാസോയുടെ വാക്കുകൾ, "എവറി ചൈൽഡ് ഈസ് ആൻ ആർട്ടിസ്റ്റ്." അതെന്തുമാകട്ടെ, അവരിൽ അന്തർലീനമായ മികവുകളെ പുറത്തെടുക്കുവാൻ അവർക്ക് തുണയായി പ്രചോദനമായി കുടുംബം, മാതാപിതാക്കൾ ഒപ്പം ഉണ്ടായിരിക്കണം. മറ്റൊരു ചിന്ത എങ്ങനെയാണ്, "Children are great imitators, so give them something great to imitate." നമ്മുടെ കുട്ടികളൊക്കെ അനുകരിക്കാൻ മിടുക്കരാണ്. അവർക്ക് അനുകരിക്കുവാൻ തക്കവണ്ണം ചില നല്ല മാതൃകകൾ വീട്ടിലൊരുക്കണം. ഓർക്കുക, ദൈവദാനമാണ് മക്കൾ. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഒരു വീട്ടിലാണ് വളരുന്നതെങ്കിലും അവരിൽ തന്നെ വ്യത്യസ്തരാണ്. അതിനെ ഉൾക്കൊണ്ട് അവരിലേക്ക് സ്നേഹം പകർന്ന് അവരുടെ മികവുകളെ പുറത്തെടുത്ത് ദൈവവിശ്വാസത്തിൻ്റെയും കൃപയുടെയും തണലിൽ അനുഗ്രഹീതമായൊരു കുടുംബം രൂപപ്പെടുത്താൻ ഓരോ പേരൻസിനും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. 127 സങ്കീർത്തനം 1 വാക്യം, "യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു." ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ഇടമായി ഞങ്ങളുടെ കുടുംബങ്ങൾ തീരണമേ. ഞങ്ങളുടെ വീടുകൾക്കുള്ളിൽ നല്ല രക്ഷകർത്തൃത്വം, ഒരു ക്രൈസ്തവ രക്ഷകർത്തൃത്വം നിർവഹിക്കുവാൻ ഓരോ പേരൻസിനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളാൽ സ്നേഹിക്കപ്പെടുന്നവരാകണമേ. ഓരോ കുടുംബവും ക്രൈസ്തവ സ്നേഹം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഇടങ്ങളായി തീരണമേ. അവരെ മികവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനും നന്മയിൽ മുതിർന്നു വരുവാനും നല്ല കളരികളായി ഞങ്ങളുടെ വീടുകളെ ഒരുക്കണമേ. പരിശുദ്ധാത്മ കൃപ ഞങ്ങളുടെ വീടുകളിൽ പകരണമേ. ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകുവാൻ ഇടവരരുതേ. ദൈവാത്മാവിൽ അവരെ ശക്തീകരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.